ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബെൻസു. ഇന്ന് നമുക്ക് ഈ കപ്പ വെച്ച് ഒരു പുട്ടുണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പ അതിനായിട്ടൊന്ന് ഗ്രേറ്ററിനകത്തിട്ട് ഒന്ന് ഉരച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കപ്പയെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് കളയണം. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് വരാം. നല്ല രീതിയിൽ പിഴിയണം. അതുപോലെ നല്ല ഞെക്കി പിഴിയണം, കാരണം ഇതൊരു കട്ടുണ്ട്. അറിയാമല്ലോ, കപ്പ പുഴുങ്ങുമ്പോൾ നമ്മൾ ഏറെ വെള്ളത്തിൽ വെച്ചാണല്ലോ പുഴുങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം പിഴിഞ്ഞ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ട്, അതായത് നമുക്ക് ഇത്രയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനാവശ്യമായിട്ടുള്ള പുട്ടുപൊടി ചേർക്കാം. ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുപൊടി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കപ്പയുടെ നീര് കണ്ടില്ലേ, നമ്മളിതെല്ലാം കട്ടും നീരും എല്ലാം നമ്മൾ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളെ കപ്പ പിഴിയുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും ഇടാം കേട്ടോ. നല്ലതുപോലെ ഉപ്പ് നമ്മൾ നേരത്തെ അല്ലല്ലോ ഇട്ടത്, അപ്പോൾ ഇപ്പോൾ ഇട്ടതുകൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കാം. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് നാളികേരം കൂടെ ഇതിനകത്തോട്ടിട്ട് തിരുമ്മി യോജിപ്പിക്കും. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് തേങ്ങയിട്ട് സാധാ പുട്ട് ചൂടുന്ന പോലെ ഒന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. വാരി വെക്കാം. ഇത് നമ്മളെ സാധാ പുട്ടിനേക്കാൾ കുറച്ചുകൂടെ സമയം, ചീനിയല്ലേ അത് ഒന്ന് വെന്ത് വരണ്ടേ, അപ്പോൾ കുറച്ചുകൂടെ സമയം നമ്മളിത് ആവിയിൽ വെക്കണം കേട്ടോ. ഇത് കുത്തി നോക്കുക. നമ്മുടെ അടിപൊളി കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.